ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മസാല ബോണ്ട് ഉണ്ടാക്കിയാലോ? വൈകുന്നേരം ചുട്ടു ചായൻ്റെ കൂടെയൊക്കെ അത് കഴിക്കാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കിയാലോ? അതിനായിട്ട് ആദ്യം ഞാൻ അവിടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി നമുക്കിതിനുള്ള മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ അവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എന്നിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൽ 2 മീഡിയം സൈസ് സവാള ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു പച്ചമുളക് ഇതേപോലെ ചെറുതായി അരിഞ്ഞതും, പിന്നെ 3 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും, ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ അരിഞ്ഞതും, പിന്നെ ഒരു തണ്ട് കരിവേപ്പിലയും ഇട്ടിട്ട് ഇതൊന്ന് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ ആ കിഴങ്ങ് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിത് നമുക്ക് നല്ല പോലെ ഒന്ന് ഉടച്ചിട്ട് വെക്കാം. ഇതിപ്പോൾ നല്ല പോലെ ഇവിടെ ഏകദേശം വഴന്ന് വന്നിരിക്കുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ 1/2 ടീസ്പൂൺ മീറ്റ് മസാലയും, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഈ മസാലകളൊക്കെ ചട്ടിയുടെ ഈ സൈഡിലേക്കില്ലേ ഇതേപോലെ ഒന്ന് മാറ്റി വെച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു കോഴിമുട്ട ഒഴിച്ചെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് കോഴിമുട്ടയ്ക്ക് മാത്രമുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അങ്ങനെ ഈ കോഴിമുട്ട ഇവിടെ വെന്ത് അത്യാവശ്യം നല്ലപോലെ മൊരിഞ്ഞ് വന്നിരിക്കുന്നു. ഇനി ഈ കോഴിമുട്ട ഇതേപോലെ നല്ല വെന്ത് വന്നതിന് ശേഷം നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചില്ലേ മസാല, അതും ഈ കോഴിമുട്ടയും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു തണ്ട് മല്ലിച്ചപ്പ് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങില്ലേ, അതും ഈ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ അത് നല്ല പോലെ മിക്സായി വന്നിരിക്കുന്നു. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ മസാല മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മാവ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു മാവ് പരുവത്തിലാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ മാവ് ഇവിടെ ഇതേപോലെ ഒരു ലൂസ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഓവർ അങ്ങോട്ട് ലൂസായി പോകാൻ പാടില്ല. ഇതേപോലെ ഈ പരുവത്തിലാണ് ഇത് വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ മസാലയിൽ നിന്ന് കുറച്ച് ഇതേപോലെ എടുത്തിട്ട് നമുക്കിത് ബോൾ പരുവത്തിലാക്കിയിട്ട് വെക്കണം. അങ്ങനെ നമ്മളെല്ലാം ഇതേപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്ത മാവില്ലേ, അതിലേക്ക് ഇതേപോലെ ഓരോന്ന് ഇട്ടിട്ട് മാവ് മുഴുവനായിട്ട് അതിലേക്ക് ആക്കിയെടുക്കാം. ഇനി നമ്മളൊരു ചട്ടി വെച്ച് ആ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ എടുത്തില്ലേ ആ മാവ് ഇട്ട് കൊടുക്കുക. അതേപോലെ ബാക്കിയുള്ള എല്ലാതും ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ അടി ഒരു ബ്രൗൺ കളറായി വരും. ആ ടൈമിൽ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇനി ആ സൈഡും ഇതേപോലെ ഒരു 2 മിനിറ്റ് വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ കടി ഇതേപോലെ റെഡിയായി വന്നിരിക്കുന്നു. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ ബാക്കിയുള്ളത് നമ്മൾ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മസാല ബോണ്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണിത് കഴിക്കാനായിട്ട്. വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് പറ്റിയ ഒരു കിഡിലെ റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ.